പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൂരത്തും ചാരത്തുമായി വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിലൊരു സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വചനം കേൾക്കുക എന്ന് പറയുമ്പോൾ നമ്മളത് പ്രാർത്ഥനയ്ക്കായിട്ടാണ് ഈ സമയത്തെ വേർതിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ടവർ എന്നോടൊപ്പം ചേർന്ന് നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധി മേഖലയുടെ നടുവിൽ ദൈവം നിങ്ങൾക്കായിട്ട് ചില അത്ഭുതം ചെയ്യും. ഞാൻ പ്രാർത്ഥനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം എന്ന് പറയുന്നത് 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് പറയുന്നത് യഹോവ അവളെ ഓർത്തു എന്നാണ്. സ്തോത്രം. ശമൂവേലിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ഏൽക്കാന എന്ന് പറയുന്ന പുരുഷന് 2 ഭാര്യമാരാണ്. ഒന്ന് പെനീനയും ഒന്ന് ഹന്നയും. അതിൽ പെനീനയ്ക്ക് മക്കളുണ്ട്, ഹന്നയ്ക്ക് മക്കളില്ലാത്തത് കൊണ്ട് അവളുടെ പ്രതിയോഗിയായിരിക്കുന്ന പെനീന നാൾത്തോറും ഇവളെ മുഷിപ്പിച്ചു കൊണ്ടിരുന്നു എന്ന് തിരുവെഴുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ ഹന്ന ആ മനോസങ്കടത്തോടു കൂടി മനോവേദനയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ ഹന്നയെ ദൈവം ഓർത്തു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവം നിങ്ങളെ ഓർക്കുവാൻ ആഗ്രഹിക്കുക. ഹന്ന ചോദിച്ചവർക്ക് പുരുഷ സന്താനത്തെ തരിക, അവനെ ആലയത്തിന് വേണ്ടി സമർപ്പിക്കുന്ന. ഹല്ലേലൂയ. ഒരു കുട്ടിയെ ചോദിച്ചപ്പോൾ ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഏൽക്കാനയ്ക്ക് പിന്നെ 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും കൊടുത്തു. അങ്ങനെ 6 മക്കളെ ഹന്നയ്ക്ക് ഏൽക്കാനയ്ക്ക് കിട്ടിയെന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഓരോനുഗ്രഹം ചോദിച്ചപ്പോൾ വേറെ 5 പേരെയും കൂടെ കൊടുത്തെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾ ഹന്നയെപ്പോലെ മനോവസനത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ സകല വിഷയങ്ങൾക്കും ദൈവം മറുപടി തരും. ഹന്നയെ ഓർത്ത ദൈവം നിങ്ങളെ ഓർക്കും. അതുകൊണ്ട് കഷ്ടം സഹിക്കുന്ന, നൊമ്പരപ്പെടുന്ന, ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യും. എന്നെ ദേശത്തുനിന്നും വിദേശത്തുനിന്നും ഒരുപാട് ആളുകൾ അവരുടെ സങ്കടങ്ങൾ പറയാൻ വിളിക്കാറുണ്ട്. ഞാൻ അവർക്കെല്ലാം പ്രാർത്ഥിക്കുവാറുമുണ്ട്. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതൊരു മതത്തിൻ്റെതല്ല കേട്ടോ, ഒരു മതത്തിൻ്റെയോ ഒരു സമൂഹത്തിൻ്റെയോ ഒരു സംഘടനയുടെയോ അല്ല. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ യേശു പ്രാർത്ഥിച്ചു. യേശുക്രിസ്തുവിനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ശിഷ്യഗണങ്ങൾ അവരും ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, പ്രാർത്ഥന ചെയ്യുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ജാതിമത വർഗ്ഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാവർക്കും ഈ പ്രാർത്ഥന അനുഗ്രഹമാണ്. ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ പറയുന്ന വാക്കുകളിൽ ഏതെങ്കിലും ഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയത്തോട് ചേർന്നതിനോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം യേശുവിന്റെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പിതാവിയുടെ കേരളത്തിലും ഭാരത ലോകരാജ്യങ്ങളായിരിക്കുന്ന സകല ജനത്തെ ജാതിമത വർഗ്ഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വലിയവരെയും ചെറിയവരെയും എല്ലാം ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ഒരു സമൃദ്ധിയായ നിറവിൻ്റെ അനുഭവം കൊടുത്ത് കഷ്ടതയിലും സങ്കടത്തിലും കണ്ണതിലൂടെ കടന്നു പോകുന്ന അനവധി കുടുംബങ്ങളുണ്ട്. അവർക്കൊരു ആശ്വാസത്തിൻ്റെ വഴി ദൈവമായി തുറക്കേണ്ടതിനായി ഇന്ന് പകൽ കർത്താവേ, അടിയൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹന്നയെ ഓർത്ത ദൈവ ജനത്തെ ഓർക്കണമേ. കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, കടക്കണികൾ, ബാധ്യതകൾ, ഏറെ വിഷയങ്ങളാൽ ഭാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ഇന്ന് പകലടിയും പ്രാർത്ഥിക്കും. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അയച്ച് ആ വിഷയങ്ങൾക്കൊരു പരിഹാരമാകുവാൻ ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം യേശുവിന്റെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട മധ്യാഹ്ന സമയത്ത് വീണ്ടും കർത്താവേ, കേരളത്തിലെ 3.25 കോടി ജനങ്ങളും തലമുറകളും എണ്ണത്തിൽപ്പെടാത്തവരും ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിലായി കർത്താവെ 7 കേന്ദ്ര പ്രദർശനങ്ങളായി 145 കോടിയോളം വരുന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്യൻ, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക രാജ്യങ്ങളിലായിരിക്കുന്ന സകല ജനത്തെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. കർത്താവെ, വളരെ ഭാരപ്പെട്ടും മനം കലങ്ങിയും കണ്ണുനീരോടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസമായി തീരുവാൻ ഹന്നയെ ഓർത്ത ദൈവമേ, അവിടുന്ന് ജനത്തെ ഓർക്കണമേ. ബഹുവിധ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരും അനുഭവിക്കുന്നവരേറെയാണ്. അതിൻ്റെ നടുവിൽ കർത്താവെ, ഒരു ആശ്വാസമായി ദൈവത്തിൻ്റെ പരിശുദ്ധന്മാവ് ഇവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമെന്നടിയും പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിലെ 14 ജില്ലയിലായിരിക്കുന്ന ജനത്തിനായി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലംബരും വൃത്തരുമായിരിക്കുന്ന അനവധി ആളുകളുണ്ട്. കർത്താവെ, മദ്യത്തിനും മയക്കുമരുന്നിനും പാൻ മസാലകൾക്കും ലഹരികൾക്കും അടിമപ്പെട്ട് ജീവിതം തകർന്നിരിക്കുന്ന അനവധി ആളുകളെ ഇന്ന് പകൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, തലമുറകളെ നശിപ്പിക്കുന്ന, കുടുംബത്തെ തകർക്കുന്ന, കുടുംബജീവിതത്തെ തകർക്കുന്ന, മനുഷ്യനെ സാമ്പത്തികമായ കടക്കണിയിലേക്ക് കൊണ്ടുപോകുന്ന, മനുഷ്യരെ കർത്താവെ ഭക്ഷണത്തരത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ മദ്യലോബികളെയും മയക്കുമരുന്ന് ലോബികളെയും പാൻ മസാല ലോബികളെയും ദൈവം സന്ദർശിക്കണമേ.
ഒരുപാട് വാണിഭശാലകൾ ആമേ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാ ധാർമ്മികതയും ദേശത്ത് പെരുകുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് ഒരു വലിയ മോചനത്തിനായിട്ടും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ജനം ഈ ലോകത്തിന് സുഖങ്ങളകപ്പെട്ടവൻ്റെ നിത്യജീവൻ നഷ്ടപ്പെടുത്തി കളയാതെ ഈ ജനം മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ യേശു കർത്താവിൻ്റെ കരങ്ങളിൽ ആ വിഷയത്തെ ഫലമേൽപ്പിക്കുകയാണ്. ഇന്ന് പകൽ തമ്പുരാൻ അത്ഭുതം ചെയ്യണമേ, നീതി വെളിപ്പെടുത്തണമേ. ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ സ്വർഗം അത്ഭുതം ചെയ്യണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും കർത്താവ് ഞങ്ങളെ നടത്തി പരിപാലിച്ചു. യുദ്ധങ്ങളും സാമങ്ങളും ഭൂകമ്പങ്ങളും സുനാമികളും മലയിടിച്ചിലുകളും കർത്താവ് ഉൾപ്പെടലുകളും ഒക്കെ ആമീൻ ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ എന്ത് ചെയ്യണോ അറിയാതെ നിസ്സഹായരായി ജീവിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ കർത്താവെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഭാരപ്പെടുന്ന അനവധി ആളുകൾ, ഹല്ലേലൂയ, കണ്ണുനീരിൻ്റെ നടുവിൽ കടന്നു പോകുന്നവർ, വിദേശ രാജ്യത്ത് കടന്നുപോയി ജോലി ലഭിക്കാതെ ഭാരപ്പെടുന്നവരുണ്ടല്ലോ. കർത്താവർക്ക് നല്ല ജോലി ലഭിക്കാൻ വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്, പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം അത് പുതുക്കി കിട്ടത്തക്കപോലെ ദൈവം അത്ഭുതം ചെയ്യണമേ. വിദേശ രാജ്യങ്ങൾ കർത്താവെ കടന്നുപോഴുന്ന പാസിൻ്റെ PR അടക്കമുള്ള അനവധി ആ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതെല്ലാം തക്ക സമയത്ത് ദൈവം നൽകി ഈ ജനത്തിൻ്റെ വിഷയങ്ങൾക്കൊരു പരിഹാരമായി സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യേണ്ടനായി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. തിരിച്ച് കർത്താവ് വിദേശ രാജ്യത്ത് അനവധി മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നല്ലൊരു ശതമാനം വിവിധ രോഗങ്ങളാൽ മറ്റ് പ്രശ്നങ്ങളാൽ മരണപ്പെടുന്നു. കർത്താവെ, അവരുടെ കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അവർക്ക് ആശ്വാസം സമാധാനം കൊടുക്കണമേ. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടൊന്നുമില്ലാത്തവനായി സങ്കടത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന അനവധി കുടുംബങ്ങളുണ്ട്. അവർക്കെല്ലാം ഒരു ആശ്വാസം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് അടിയും വിഷയങ്ങളെ ഫലമേൽപ്പിക്കുകയാണ്. കർത്താവെ, വിദേശത്ത് ജോലി കിട്ടാതെ ഭാരപ്പെടുന്നവരും ജോലി പെർമനൻ്റാകാതെ ഭാരപ്പെടുന്നവരുണ്ട്. താൽക്കാലികമായ ജോലിയിൽ കടന്നു പോകുന്ന അനവധി ആളുകളെ ദൈവം അവരോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, ജനത്തൊരു ആശ്വാസ സമാധാനം കൊടുക്കുവാൻ, അവിടെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ കർത്താവെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. രാജ്യരാഷ്ട്ര തലവന്മാരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവയുടെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണമേധാവികൾ, സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന രാജ്യങ്ങൾ ഭരിക്കുന്ന ഭരണാധിപന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രങ്ങൾ ഭരിക്കുന്ന ഭരണാധിപന്മാർ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, കർത്താവെ വിവിധ ഗോത്ര തലവന്മാരെല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, അവർക്കെല്ലാം ആശ്വാസ സമാധാന ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെ ജനത്തെ നടത്തുകയും പരിപാലിക്കുകയും ചെയ്ത ഞങ്ങളുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും തന്ന് ഞങ്ങളെ പോറ്റുന്ന നല്ല ദൈവത്തെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ജീവിതം തകർന്ന മരണവക്കിലായിരിക്കുന്നവരുണ്ട്, മരിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. എവിടെ ഒരു ആശ്വാസം കിട്ടും, എവിടെ സന്തോഷം കിട്ടുമെന്ന് ഓർത്ത് വീർപ്പപ്പെട്ടുന്ന അനവധി ആളുകൾക്ക് വേണ്ടി ഇന്ന് പകൽ മധ്യസ്ഥ ചെയ്യുമ്പോൾ കർത്താവയുടെ ഭാരമേറിയ വിഷയങ്ങളുടെ നടുവിൽ സ്വർഗ്ഗ അത്ഭുതം ചെയ്യണമേ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ സഹോദരിമാർ കുഞ്ഞുങ്ങളുമായി, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി സഹോദരങ്ങൾ കുഞ്ഞുങ്ങളുമായി ഭാരപ്പെടുന്നു. അവർക്കൊക്കെ ദൈവം കരുണ കാണിക്കണമേ. അവരുടെ വിഷയങ്ങൾ എത്ര വലുതായിരുന്നാലും ചെറുതായിരുന്നാലും ആ വിഷയങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കാൻ കഴിയുന്ന നസറേയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ജനത്തിൻ്റെ വിഷയങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം സൂക്ഷിക്കണം. ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ഹല്ലേലൂയ, വിവിധമായ കർത്താവേ ഹല്ലേലൂയ മേഖലയിലായിരിക്കുന്നവരുണ്ട്, കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർ, അവർക്കെല്ലാം ദൈവസമാധാനം ആശ്വാസം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കണ്ണുനീർ കാണുന്ന ദൈവമേ, ഹല്ലേലൂയ. ഇന്ന് പകൽ ലോകമെമ്പാടുള്ള 800 കോടി ജനത്തിനായി കർത്താവ് ജനത്തിന് വേണ്ടി മധ്യസ്ഥ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ മഹാകരുണ എല്ലാവരുടെ മേലും പകരുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ദുഃഖത്തിലായിരിക്കുന്നവേറെയാണ്. ജീവിതത്തിൽ വേർപാട് വളരെ വേദനയാണെങ്കിലും അത് മുഖാന്തരം കഷ്ടം സഹിക്കുന്നവരുണ്ട്. അവർക്കൊരു ആശ്വാസം സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ഭാരപ്പെടുന്നവർ, ആക്സിഡൻറ്റിൽപ്പെട്ട് കിടക്കുന്നവർ, സർജറിക്കായി വിധേയപ്പെട്ട സർജറി കഴിഞ്ഞു കിടക്കുന്നവർ, ഐസിലും വെന്റിലേറ്റർ കിടക്കുന്നവരൊക്കെയുണ്ട്. അവർക്കെല്ലാം വിടുതലും ആശ്വാസം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വത്തെ കർത്താവേ ജനത്തിന്മേൽ പകരുവാൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് വിഷയങ്ങളെ ഏൽപ്പിക്കുകയാണ്. കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവത്തിൻ്റെ മഹാപ്രവർത്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ ഹല്ലേലൂയ. കർത്താവേ, ജനത്തെ അനുഗ്രഹിക്കണമേ, ജനത്തിൻ്റെ കഷ്ടപ്പാടുകൾ നീക്കണമേ, അവൻ ആശ്വാസം സമാധാനം കൊടുക്കണമായി യേശുവിൻ്റെ കരങ്ങളിൽ വിഷയങ്ങളെ ഫലമേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, കർത്താവേ, ഞങ്ങളുടെ അതിർത്തികൾ കാക്കുന്ന ഞങ്ങളുടെ ജവാന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. പലരും അപകടത്തിൻ്റെ കർത്താവെ നടുവിൽ അകപ്പെട്ട് പലരും വീരവൃത്തി മരിച്ചവരുണ്ട്. അവരുടെ കർത്താവെ കുടുംബങ്ങളെ ഓർക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ഞങ്ങളെ കാവൽ ചെയ്യുന്ന എല്ലാ മേഖലയിലായിരിക്കുന്നവരെ സൂക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ജുഡീഷ്യറിക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്ന
പോലീസ് അടക്കമുള്ള ക്രമസമാധാന പാലകരെ ദൈവം സൂക്ഷിക്കണമേ. എക്സൈസും ഫോറസ്റ്റും കർത്താവ് വിഭാഗങ്ങളിലായിരിക്കുന്ന ഫയർഫോഴ്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി അല്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കണം. രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കായി ഞങ്ങൾ ക്രൈംബ്രാഞ്ച്, CBI, ഇന്റർപോൾ എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്ന അനവധി ആളുകളുണ്ട്. അവരോടും ദൈവം കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെ നടുവിലും സങ്കടത്തിൻ്റെ നടുവിലും വാടിപ്പോകാതെ നിൽക്കുവാൻ ഈ ജനത്തെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെ ഞങ്ങളെ നടത്തി പരിപാലിച്ച് സൂക്ഷിച്ച ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവേ, ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും ദ്രാലും വൃദ്ധരും അശന്നരും യാചകരും ഓർഫണേജിനും വോൾട്ടേജും ദ്വീപൽക്കും തടവറയിലായിരിക്കുന്ന സകല ജനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കഷ്ടങ്ങൾ വിടുവിക്കണമേ. ചെറുതും വലുതുമായ എല്ലാ വ്യാപാരികളെയും വ്യവസായികളെയും അല്ലെങ്കിൽ വഴിയോര കച്ചവടങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തീരദേശവാസികൾക്കായി പ്രാർത്ഥിക്കുന്നു. ആഴക്കടലിൽ മത്സ്യബന്ധനായി കടന്നുപോയവർ, ഫിഷറീസ് മേഖലയിൽ ജോലിയെടുക്കുന്നവർ, പൊതുമേഖലയും സഹകരണ മേഖലയും കർഷക രംഗത്ത്, മെക്കാനിക്കൽ രംഗത്ത്, മോട്ടോർ രംഗത്ത് ജോലി ചെയ്യുന്നവർ, കരയിൽ കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവരും അതിൽ ജോലി ചെയ്യുന്നവരെ ഞങ്ങൾ ഓർക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, എല്ലാവരെയും ദൈവം മാനിക്കണം, അനുഗ്രഹിക്കണമേ. വളരെ കഷ്ടതയിലൂടെ കടന്നു പോകുന്നുണ്ട്. കുടുംബത്തിനകത്ത് ഭിന്നമായി പരസ്പരം സ്നേഹിപ്പാൻ കഴിയാതെ കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന അങ്ങനെയുള്ള അനവധി ആളുകൾ, അവരെ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുകയാണ്. അവർക്കെല്ലാം ആശ്വാസവും സമാധാനം കൊടുക്കുവാൻ യേശുവെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ജനം കടന്നു പോകുന്ന ദുരിതപൂർണമായ അനുഭവങ്ങളുടെ നടുവിൽ നിന്ന് ഒരാശ്വാസത്തിൻ്റെ വഴി തുറക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പലരും മരണത്തെ ആഗ്രഹിച്ചുകൊണ്ട് മരിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന അനവധി ആളുകളുണ്ട്. കർത്താവേ, അവരുടെ കണ്ണുനീർ കാണണമേ. കർത്താവേ, അവരുടെ ആവശ്യങ്ങൾ അറിയണമേ. കടക്കടി മുഖാന്തരം നല്ലൊരു പുറത്തിറങ്ങാൻ കഴിയാത്തവർ, ജപ്തി നടപടി നേരിടുന്നവരുണ്ടല്ലോ, അവരോടൊക്കെ എന്തെങ്കിലും ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാടത്തും പറമ്പിലും ഗോറിയിലും കല്ലിനോടും മണ്ണോടും തടിയോടും ഒക്കെ പണി ചെയ്ത് നിന്ന കർത്താവെ, വിയർപ്പുണ്ട്, അധ്വാനഫലം കുടുംബം പോറ്റാൻ വേണ്ടി വളരെ ഭാരം അനുഭവിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം ദൈവ ആശ്വാസത്തിൻ്റെ വഴി തുറന്നു കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിലെ വിഷയങ്ങളെ ഫലമേൽപ്പിക്കുകയാണ്. ഇതുവരെ ഞങ്ങളെ നടത്തിയ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. എല്ലാ മേഖലയിലും ദൈവം അത്ഭുതം ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ വോൾട്ടേജ് ഹോമിലായിരിക്കുന്ന മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഓർഫണേജിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലയിലും കർത്താവ് ഒരു ശുദ്ധീകരണം നൽകി. ആശ്രിതമില്ലാതെ ആശയേറ്റുപോയ അനവധി ആളുകൾ കണ്ണുനീരിൻ്റെ നടുവിലുണ്ടപ്പാ. അവരോടൊക്കെ ദൈവം കരുണ കാണിച്ച് മനസ്സറിയണമേ. അവരുടെ വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഉപരിപഠനത്തിനായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം ദൈവം വഴി തുറന്ന് കൊടുക്കണമേ. വിവിധ കർത്താവെ ഡിഗ്രികളെടുത്ത് ഉപരിപഠനം കഴിഞ്ഞ് കർത്താവെ വിവിധ ട്രെയിനിങ്ങുകൾ, ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഏറെയുണ്ട്. അവർക്കെല്ലാം കർത്താവെ ജോലി കൊടുത്ത് മാനിക്കണമേ. അനേക കുടുംബങ്ങൾ ദാരിദ്ര്യ അവസ്ഥയിലാണ്. സ്വന്തമായൊരു സ്ഥലമില്ലാതെ, വീടില്ലാതെ കർത്താവെ വഴിയോരങ്ങളായിരിക്കുന്ന അനവധി ആളുകളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അവർക്കെല്ലാം ഒരു ആശ്വാസത്തിൻ്റെ വഴിയെ തുറന്നു കൊടുത്ത് അവരുടെ കഷ്ടങ്ങൾക്കൊരു സമാധാനം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇതുവരെ നടത്തിയ ദൈവം, ഇതുവരെ സൂക്ഷിച്ച ദൈവം. ഹല്ലേലൂയ. വീണ്ടും കർത്താവെ ജനത്തെ സൂക്ഷിക്കണമെന്നായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവെ, തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് തന്നെ ഓർത്ത ദൈവമേ തലമുറകളെ കൊടുക്കണമേ. ഹല്ലേലൂയ. അത് മുഖാന്തരം അനവധി കുടുംബങ്ങൾ ഭാരപ്പെടുന്നുണ്ട്. അവർക്കെല്ലാം ആശ്വാസമാകണമേ പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ഞങ്ങളുടെ സഹോദരിമാരുണ്ട്. കർത്താവെ, അവർക്കൊക്കെ തക്കതായ മേലരിയ കർത്താവെ സ്വതന്ത്രം വിവാഹപ്രായത്തിന് സൗകര്യമാർ അവർക്ക് തക്കതായ തുണയെടുത്ത് കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകലത്തിനും ഇത് ഉന്നതനായിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം ജനത്തിന് വെളിപ്പെടണമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, വിവിധ രാജ്യങ്ങളിൽ കഷ്ടം സഹിച്ച് നൊമ്പരപ്പെട്ട് നാട്ടിലേക്ക് കടന്നു വരാൻ കഴിയാതെ കർത്താവെ അകപ്പെട്ടു പോയവരുണ്ട്. അവരെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. അവർക്ക് അതിനുള്ള വഴികളെ, മുഖാന്തരങ്ങളെ, നാട്ടിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ദൈവം മടക്കി വരുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ ന്യായാധിപന്മാരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. വിവിധ രോഗാസനയിലായിരിക്കുന്നു. തലവേദനയും ട്യൂമറും കണ്ണുവേദനയും ചെവിവേദന, ടോൺസൈസ്, തൈറോയ്ഡ് രോഗങ്ങൾ, ചെവിയുടെയും തലയുടെയും പെട്ടലിൻ്റെയും ഒക്കെ ബാലൻസ് തെറ്റിയവർ. ഹല്ലേലൂയ. അവർക്കെല്ലാം ആശ്വാസം കൊടുക്കണമേ. ഹാർട്ടും ലിവറും ലെൻസും രോഗങ്ങളാൽ, ബ്ലോക്കുകൾ, അറ്റാക്കുകൾ, കർത്താവെ വിവിധ ഭാരങ്ങളാൽ കടന്നു പോകുന്നവർ, അവർക്കെല്ലാം ഒരു ആശ്വാസത്തിന് വഴി തുറന്നു കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് അടിയൻ വിഷയങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വം കർത്താവെ സകല ജനങ്ങളിൽ വെളിപ്പെടുവാൻ അങ്ങയുടെ പൊന്നുകരങ്ങളിലേക്ക് വിഷയങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നീതിമാനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി നീതിയെ വെളിപ്പെടുത്തുവാൻ, ഞങ്ങൾക്ക് വേണ്ടി നീതിയെ നൽകുവാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഈ മനുഷ്യൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. അവൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കണമേ. അറിയില്ലായ്മ ചെയ്തു കൂട്ടുന്ന സകല പാപങ്ങളിൽ നിന്നും ഈ ജനം വിടുവിക്കപ്പെട്ട് മോചനം പ്രാപിപ്പാൻ
കർത്താവായ യേശു ക്രിസ്തുവിനെ ആത്മരക്ഷകനായി സ്വീകരിച്ച് നിത്യജീവൻ്റെ അവകാശികളായി ആ സ്വർഗീയ പ്രതീക്ഷയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വലിയ കൂട്ടം ജനത്തെ നീ ഒരുക്കണമേ. കേരളത്തിൽ ശക്തമായി ഉണർവ് വഹിക്കുവാൻ കർത്താവേ ഇന്ത്യ ഭാരതത്തിൽ ഒരു വലിയ ഉണർവിനാ 7 ഭൂഖണ്ഡങ്ങളിൽ ശക്തമായ ഉണർവ് ഈ ദിവസം നൽകണമേ. കൂട്ടത്തോടെ ജനം കർത്താവിലേക്ക് തിരിയുവാൻ പാപത്തിൻ്റെ വഴികളെ വിട്ട് അതിക്രമ വഴികൾ രസമാർഗീയമായ ജീവിതം വിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കുന്ന ഒരു വലിയ കൂട്ടം സമൂഹത്തിനായി ഇന്ന് പകൽ അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അവിടുത്തെ നീതിയുള്ള കരം വെളിപ്പെടുവാണ്ടേക്കണമേ. കർത്താവേ കുടുംബജീവിതം തകർന്നവരുണ്ട്, ഡിവോഴ്സിലായിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. മാതാപിതാക്കളെ ഉപേക്ഷിച്ച മക്കൾ, മാതാപിതാക്കളെ അകലെ വലിച്ചെറിയുന്നവർ, കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ വേണ്ടാതെ വഴിയോരത്ത് തള്ളുന്ന കർത്താവേ ഭ്രൂണഹത്യയിലൂടെ അനവധി കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഞങ്ങളുടെ സൗകര്യമാർക്കായി ഹല്ലേലൂയ അതിന് പ്രേരണ കൊടുക്കുന്നവർക്കായി ഭ്രൂണഹത്യ ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്യുന്ന കൊടിയ ക്രൂരതകൾ, അവർ ചെയ്യുന്ന വലിയ മഹാപാപത്തിൽ നിന്നൊക്കെ മോചനം പ്രാപിപ്പാൻ ഈ ജനത്തെ ഒരുക്കണമേ. കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വശീകരണത്തിനകത്ത് വീഴാതെ, പ്രലോഭനത്തിൽ വീഴാതെ അവരുടെ ഭാവി ഒരു സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഉദരസംബന്ധമായ, യൂട്രസ് സംബന്ധമായ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ കർത്താവെ, ബ്രസ്റ്റ് ക്യാൻസറുകളും ബ്ലഡ് ക്യാൻസറുകളും ബോൺ സംബന്ധമായ ക്യാൻസറും മജ്ജ സംബന്ധമായ ക്യാൻസറുകൾക്ക് എല്ലാം സൗഖ്യം കൊടുക്കുന്നതിനായി പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെ ഞങ്ങളെ നടത്തുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. എല്ലാ കർത്താവെ ശിരസ്തോട്ട് എല്ലാ നാഡീതരമ്പ് ജോയിൻറ്റുകളിലും രക്തധമനി പേശികളിലും ഒക്കെ ആയിരിക്കുന്ന സകല രോഗങ്ങൾക്കും അവിടുന്ന് സൗഖ്യത്തെ ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ തകർന്ന് നിരാശയിലായിരിക്കുന്ന അനവധി ആളുകളുണ്ടല്ലോ, അവർക്കെല്ലാം സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ. അടുത്ത സ്കൂൾ വർഷം ആരംഭിക്കാറായി. കർത്താവെ കുഞ്ഞുങ്ങളെ സ്കൂളിലൂടെ ഉപരിപഠനത്തിന് അയക്കുവാൻ അനവധി മാതാപിതാക്കൾ ഭാരപ്പെടുന്നു. ഇപ്പോൾ കർത്താവ് ഉപരിപഠനമായി മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളുമായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുണ്ട്, അവർക്ക് ഫീസുകൾ കൊടുക്കുവാൻ ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. കർത്താവെ അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. ഇവിടെ കുഞ്ഞുങ്ങളെ സഹോദരന്മാരും ഒന്നും നഷ്ടപ്പെട്ടു പോകാൻ നിരാശരായി മാറാതെ സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി ചില കരുണ കാണിക്കുവാൻ, മനസ്സറിയുവാൻ, ദയ തോന്നുവാൻ ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കാലവർഷം കർത്താവെ കടന്നു വരാൻ പോകുന്നു. ഈ ചൂടേറിയ അനുഭവത്തിൽ പലരും കർത്താവെ പൊള്ളലേറ്റ് മരിക്കുന്നു. അങ്ങനെ വിവിധമായി മരണങ്ങൾ, അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, വ്യഭിചാരങ്ങൾ, പരസംഗങ്ങൾ കർത്താവെ മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാതെ അധികാരത്തിന് സ്ഥാനമാനത്തിന് വേണ്ടി തമ്മിലടിച്ച് കലഹിച്ച് രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ദൈവം സന്ദർശിക്കണമേ. രാഷ്ട്രീയ നേതാക്കന്മാരെ സന്ദർശിക്കണമേ. മതത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ ജാതിയുടെ പേരിലും തമ്മിലടിച്ച് കലഹിപ്പിച്ച് തീവ്രവാദികളായി മാറുന്ന തീവ്രവാദ ഗ്രൂപ്പിനെ ഒക്കെ ദൈവം സന്ദർശിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. മതം വളർത്താൻ വേണ്ടി രാഷ്ട്രീയം ഉപയോഗിച്ച്, രാഷ്ട്രീയം വളർത്താൻ മതം ഉപയോഗിച്ച് അത് മുഖാന്തരം അനേകർ മരണപ്പെടുമ്പോൾ മനുഷ്യ മനസ്സിനെ കർത്താവെ തകർക്കുന്ന വിധത്തിൽ ക്രൂരമായ പരിപാടികൾ ചെയ്യുന്ന, ക്രൂരമായി വേട്ടയാടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെയൊക്കെ ദൈവം സന്ദർശിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ കർത്താവെ ജനത്തിന് സമാധാനം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ജനത്തിന് സ്വസ്ഥത കൊടുക്കണമേ. എല്ലാ രോഗികളെയും കർത്താവ് സൗഖ്യമാക്കാനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ ജനത്തിൻ്റെ കരുണയ്ക്ക് ജനത്തിനോട് പ്രാർത്ഥിക്കുന്നു. അധികാരികളെല്ലാം മാനസാന്തരപ്പെടണം. മത നേതാക്കന്മാർ മാനസാന്തരനായി, സാമൂഹിക സാംസ്കാരിക ചരിത്ര മാധ്യമ മീഡിയ രംഗം നിൽക്കുന്നവരെ വിടുതലിനായി മാനസാന്തരങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ജനത്തിൻ്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ അങ്ങേക്കല്ലാതെ ആർക്കും കഴിയില്ല. കർത്താവേ ഹല്ലേലൂയ. ഹന്നെ ഓർത്ത ദൈവം അവൾക്ക് പിന്നെ 3 പത്രന്മാരെയും 2 പുത്രിമാരെയും കൊടുത്തങ്ങനെ ഒരു മകനെ ചോദിച്ച സ്ഥാനത്ത് 6 മക്കളെ ഹന്നയ്ക്ക് കൊടുത്ത ദൈവമേ, അവളുടെ മനോവസനത്തിൻ്റെ പ്രാർത്ഥന കേട്ട ദൈവമേ, അവളെ ഓർത്ത ദൈവമേ, ഇന്ന് പകൽ ഈ ജനത്തെ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞകാല പാപങ്ങളെ, അകൃത്യങ്ങളെ കണക്കിടാതെ ഈ ജനത്തോട് കരുണ കാണിച്ച് കർത്താവെ അവർക്ക് ആശ്വാസം പകരുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജനം നിറയപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ രാജ്യം തീവ്രവാദത്തിലേക്ക് പോകുമ്പോൾ, കർത്താവെ ഞങ്ങളുടെ രാഷ്ട്രങ്ങൾ തീവ്രവാദത്തിലേക്ക് പോകുമ്പോൾ, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെയായി ജനം തമ്മിലടിക്കുമ്പോൾ, രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കുമ്പോൾ കർത്താവെ രാജ്യരാഷ്ട്രത്തലവന്മാർക്ക് മാനസാന്തരം കൊടുക്കണമേ. കർത്താവെ ഹല്ലേലൂയ. കോടിക്കണക്കിന് രൂപയുടെ ബോംബുകളും കർത്താവെ പോലെ മിസൈലുകളും മറ്റ് തകർക്കുന്ന വിവിധ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി രാജ്യത്തിൻ്റെ കഷ്ടത കാണാതെ പോകുന്ന അനവധി ആളുകൾ യേശു പറഞ്ഞ് ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ലാതെ കർത്താവ് ഇന്ന് പകൽ കർത്താവായ യേശുക്കുള്ള സമാധാനം പ്രാപിപ്പാൻ ഈ ജനത്തിൻ്റെ ആത്മീയകണ്ണ് തുറക്കുവാൻ ഞങ്ങൾ യേശുവിൽ പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെ ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. അനവധി ആളുകൾ തകർന്ന് കർത്താവ് എന്ത് ചെയ്യണമെന്ന് കഴിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയാൻ കഴിയാതെ ഭാരപ്പെടുന്നു. അനവധി ആളുകൾ കർത്താവ് വാടക കെട്ടിടത്തിൽ താമസിക്കുന്നു. വർഷങ്ങളായി 25-30 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്. അവർക്കൊരാശ്വാസം കൊടുക്കണമേ. സ്വന്തമായ സ്ഥലവും ഭവനവും ഉള്ള വഴികളെ മുഖാന്തരങ്ങളെ ഒരുക്കണമായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവ് ഈ നാളുകളിൽ എല്ലാ മേഖലയും ഒരു ശുദ്ധീകരണത്തിനാടി പ്രാർത്ഥിക്കുന്നു.
ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയെന്ന് പറഞ്ഞ പോലെ കർത്താവ് ഈ പന്മസാലകളും മദ്യവും മയക്കുവനും എന്ന് വേണ്ട സകല അശുദ്ധിയിലും അകപ്പെട്ട അനവധി കുഞ്ഞുങ്ങൾ തകരുമ്പോൾ അവരോടൊക്കെ ദൈവം കരുണ കാണിക്കണമേ. കർത്താവ് ഈ മദ്യം മയക്കുവരുന്നതിൻ്റെ കടത്ത് വളരെ വ്യാപകമായി കേരളത്തിൽ നടക്കുമ്പോൾ പലരും പിടിക്കപ്പെട്ടിട്ടും അവർ ജയിലിലായിട്ടും ഇന്നും അത് കണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിയാതെ ഈ മദ്യലോപികളും മയക്കുവൻ ലോപിയും അനവധി കുഞ്ഞുങ്ങളെയും സഹോദരിമാരെയും അവരുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് പിന്നീട് അവരുടെ കുടുംബം ഇരുളിലേക്ക് പോകുന്ന അനവധി കാഴ്ചകൾ ഞങ്ങൾ കാണുമ്പോൾ ഹല്ലേലൂയ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനായി പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ സ്വയം വഞ്ചിക്കപ്പെടാതെ ആ വഞ്ചനയിൽ അകപ്പെട്ടു പോകാതെ പാപത്തിൽ വീണു പോകാതെ കർത്താവേ ജനസമാധാനത്തോടെ ജീവിക്കുന്ന ഒരനുഭവത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങയുടെ മഹാകരുണയെ പകരുവാൻ അങ്ങയുടെ മഹാസാന്നിധ്യം പകരണനായി യേശുവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ ക്ഷാമങ്ങൾ പെരുകുന്നു, ദാരിദ്ര്യങ്ങൾ പെരുകുന്നു, മനുഷ്യന് കർത്താവെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ നടുവിലെ അത്ഭുതങ്ങൾ ചെയ്യണമേ. ഭവനത്തിനകത്ത് കർത്താവെ കൂട്ടമായി ആത്മഹത്യയിൽ നടക്കുന്ന അനുഭവങ്ങൾ, അക്രമങ്ങൾ, കർത്താവെ അതിക്രമങ്ങൾ എന്നുവേണ്ട സകലത്താലും പാപ ശരീരത്തിൽ ജീവിക്കുന്ന അനവധി ആളുകളുടെ വിടുതലിന് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ നാളുകളായി കണ്ണുനീരോടുകൂടി കടന്നു പോകുന്ന അനവധി ആളുകളുണ്ട് കർത്താവ്. വിവിധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർ അവരോടെല്ലാം ദൈവം കരുണ കാണിക്കണമേ. കർത്താവെ ഭൂതബാധരും മാനസരോഗികളും മെൻ്റൽ ഹോസ്പിറ്റൽ സൗഖ്യം കൊടുക്കണമായി. ഹല്ലേലൂയ. കുണ്ടന്മാരും ചെകിടന്മാരും ഉടന്തനും തളർവാദ രോഗികളും കുതിച്ചെഴുന്നേൽപ്പാൻ ഊമരും ബെതിരും സായിപ്പാൻ രക്തവകാരും പക്ഷപാതക്കാരും ഹല്ലേലൂയ ഓട്ടിസം രോഗത്താൽ ഭാരപ്പെട്ടവർ, ജന്മനാ വൈകല്യമുള്ളവർ, വിവിധമായ പ്രശ്നങ്ങളാൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായമില്ലാതെ നരിയാണി ഉറപ്പിക്കാൻ കഴിയാതെ ആയിരിക്കുന്നവരുണ്ട്. അവരോടൊക്കെ ദൈവം കരുണ കാണിച്ച് കർത്താവയുടെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം നൽകുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇത്രത്തോളം കർത്താവ് ജനത്തെ സഹായിച്ചല്ലോ. ഇപ്പോൾ ഈ ചൂടുകാലമാണ്, പലയിടത്തും അതിൻ്റെതായ പ്രതികൂലങ്ങളുണ്ട്. പ്രകൃതിയോട് ദൈവം കരുണ കാണിക്കണമേ. കർത്താവ് ഞങ്ങൾക്ക് ആവശ്യമായ മഴയെ തന്ന് ഞങ്ങളുടെ ഈ കർഷകർ ഒരു ആശ്വാസത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ മഹത്വമേറിയ കരം എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ സകല ജനത്തെ ഈ പ്രാർത്ഥന അനുഗ്രഹമായി തീരുവാൻ, സകല രാജ്യങ്ങളിലവർക്ക് ഈ പ്രാർത്ഥന അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സകല മനുഷ്യൻ്റെ സൃഷ്ടാവായിരിക്കുന്നവൻ, സകല ജനത്തിനും വീണ്ടെടുപ്പുകാരനായിരിക്കുന്നവൻ, സകല ജനത്തിൻ്റെ കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമായി മാറിയ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ കർത്താവ് ജനത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരമെന്ന് 133 സംഗീതം വായിക്കുന്ന പോലെ. എന്നാൽ കർത്താവ് ഈ പുസ്തകത്തിൽ എഴുതിയ പോലെ ഞങ്ങൾക്ക് പ്രമാണം പോലെ ഒരു കുടുംബങ്ങളെ പോലും കാണാതിരിക്കുമ്പോൾ, കുടുംബങ്ങൾ തമ്മിൽ കലഹിക്കുമ്പോൾ, സഹോദരങ്ങൾ തമ്മിൽ കലഹിക്കുമ്പോൾ, മാതാപിതാക്കളും മക്കളും കലഹിക്കുമ്പോൾ അതിൽ നിന്നൊരു മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണ്, എന്നും ഉള്ളതല്ല, സ്ഥിരമല്ല. ഇവിടെ പ്രവാസിയാണ്, ഇവിടെ വിട്ടു പോകേണ്ടി വരും, ഈ കൂടാരം ഒഴിയേണ്ടി വരുമെന്ന് ഈ ജനം മനസ്സിലാക്കി തങ്ങളുടെ അകൃത്യങ്ങൾ വിട്ട് പാപപ്രവർത്തികൾ വിട്ട് കർത്താവെ മാനസാന്തരഞ്ജനം പ്രാപിപ്പാൻ, പുതുക്കം പ്രാപിപ്പാൻ, ഈ ജനത്തിൻ്റെ ആത്മീയ കണ്ണുകൾ തുറക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ദുഷ്ടന്മാരും കർത്താവെ മായാവികളും വഞ്ചകന്മാരും ദൂഷണം പറയുന്ന അഹങ്കാരികളും നിങ്ങളെ മനോഭാവം ഉള്ളവരൊക്കെ പെരുകുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരു വിടുതനായിട്ടും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു പറഞ്ഞ പോലെ കർത്താവ് ഈ മനുഷ്യൻ സ്വയം ദൈവത്തിനെ താഴ്ത്തുവാൻ, എല്ലാ ദുർമാർഗങ്ങളും വിട്ട് മടങ്ങി വരുവാൻ ഞങ്ങൾ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇതുവരെ ഞങ്ങളെ നടത്തുന്ന, പരിപാലിക്കുന്ന, സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. അങ്ങയുടെ മഹത്വമേറിയ കരം അവിടുന്ന് വെളിപ്പെടുത്തുമാറാകണം കർത്താവേ. എല്ലാ ദുഷ്ടതയും മാറിപ്പോകട്ടെ. ആ വിചാരമന്ത്രവാദ ദുർമന്ത്രവാദ ദുർസേവകൾ കുടുംബങ്ങളെ തകർക്കുന്ന എല്ലാ സാത്താൻ്റെ തന്ത്രങ്ങളെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുകയാണ്. കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങൾ സ്വതന്ത്രമായി മാറട്ടെ. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിന്ന് വചനം പറയുന്ന പോലെ കർത്താവ് മനുഷ്യൻ വീണ്ടും അടിമത്തത്തിലേക്ക് പോകാതെ, പാപത്തിലേക്ക് പോകാതെ, പാപത്തെ വിട്ട്, പാപജടം വിട്ട്, പാപ ശരീരം വിട്ട്, പാപ സ്വഭാവം വിട്ട് മടങ്ങി വന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മരക്ഷ പ്രാപിപ്പാൻ, ഈ ജനത്തിന് കണ്ണുകൾ തുറക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ് ഇന്ന് പകലടിയും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അങ്ങയുടെ മഹത്വമേറിയ കരം എല്ലാ മേഖലയിലും വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ദുഷ്ടന്മാർ കർത്താവെ പെരുകുന്നു, പാപികൾ പെരുകുന്നു, പരിഹാസികൾ പെരുകുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സന്തോഷിപ്പാൻ ഒരു വലിയ കൂട്ടം ജനത്തെ ദൈവം വേർപിരിക്കണമേ. ശക്തമായ ആത്മീയ ഉണർവിനായി പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വിരോധികൾക്ക് മാനസാന്തരം കൊടുക്കണമേ. പല സ്ഥലങ്ങളിൽ സുവിശേഷ വിരോധികൾ ദൈവസഭയ്ക്ക് നേരെ അക്രമം ഒഴിച്ചിടുമ്പോൾ അവർ മാനസാന്തരനായി പ്രാർത്ഥിക്കുന്നു. സകല നീതി വെളിപ്പെടണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.